നമസ്കാരം. യുദ്ധം സർവനാശിയായി ലോകത്തിൽ അങ്ങനെ വ്യാപരിക്കുകയാണ്. സമാധാനത്തിന്റെ ഒരു കണിക കാണാൻ ആളുകൾ, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും അസമാധാനം വീണ് കിടക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു ജനത്തിന് മുന്നിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം ജോയ്സിലേക്കാണ്. റോജി, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു വാർത്തയാണ്. നമ്മൾ കുറെ കാലമായിട്ട് നമ്മുടെ ചർച്ചകളിലും വാർത്തകളിലും റിപ്പോർട്ടുകളിലും ഒക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മലയാളികൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തം. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന മലയാളികൾ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധി, അത് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ തൃശ്ശൂർ കുന്നംകുളത്ത് നടന്ന ഒരു സംഭവം. ഒരു കുടുംബത്തിന്റെ ജോലി നഷ്ടപ്പെടുന്നു. അവർ ഗൾഫിലായിരുന്നു ജീവിച്ചിരുന്നത്, വെൽ സെറ്റിൽഡ് ആയിട്ട് നല്ല സ്റ്റാറ്റസിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജോലി പോകുന്നു. അവിടെ വേറെ നിവൃത്തിയില്ല, അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തളർന്നു പോകുന്നു. അങ്ങനെ ആ ഒരു കുടുംബം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള എന്താണോ അത് ചെയ്തു. അതിനുശേഷം അതിൽ രണ്ടുപേര് മരണപ്പെടുന്നു. പിന്നെ രണ്ടുപേര് ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആ ഒരു വാർത്ത ശരിക്കും കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതുപോലെ ശരിക്കും നമ്മൾ ഈ ന്യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ നമ്മൾ അത് കുറച്ചുകൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ചങ്കി തട്ടുന്ന, അല്ലെങ്കിൽ അതിനപ്പുറത്ത് തട്ടുന്ന ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോയി. കാരണം നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റാറ്റസ് ഇഷ്യൂ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ ഒരു ജീവിത ശൈലി ആയാലും ശരി, പരസ്പരം ഇടപെടുന്നതായാലും ശരി, നമ്മൾ വീട് പണിയുന്നതായാലും ശരി, എല്ലാം നമ്മളൊരു സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു കുന്നിന്റെ മുകളിൽ നിന്നിട്ട് പെട്ടെന്ന് താഴേക്ക് വീണപ്പോൾ അവിടെ നിന്ന് വീണ്ടും എണീറ്റ് അതേ കുന്നിലേക്ക് നടക്കാൻ പറ്റാതെ വന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിനൊരു ധൈര്യമില്ലാതെ പോയൊരു അവസ്ഥ, അത് അവരെ മരണത്തിൽ എത്തിച്ചു എന്ന് വേണം പറയാം. പക്ഷെ നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്, സംഭവിച്ചു, പക്ഷെ അതുപോലെ ഒരു തീരുമാനത്തിൽ നിന്നും അവർക്ക് പിന്തിരിഞ്ഞ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർക്ക് ഇനിയും ഈ നഷ്ടപ്പെട്ടതൊക്കെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇനി അവരെന്ത് ചെയ്യും? ഇനി ആ രക്ഷപ്പെട്ട രണ്ടുപേര് എന്ത് ചെയ്യും? ജീവിതകാലം മുഴുവനും മരിക്കുന്നത് വരെ ആ കൊച്ചുകുട്ടിയടക്കം, ആൺകുട്ടിയാണ് പോലീസിനെ അറിയിക്കുന്നതും അങ്ങനെയാണ് രക്ഷിക്കാനായിട്ട് ആൾക്കാർ വരുന്നത്. ആ ആൺകുട്ടി രക്ഷപ്പെട്ടു, പക്ഷെ സഹോദരി മരിച്ചു. അപ്പൊ കൺമുന്നില് അപ്പനും അമ്മയും സഹോദരിയും പെടഞ്ഞോണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച അവൻ മരിക്കുന്നവരെ മറക്കാൻ പോകുന്നില്ല. അവന് ഇനി എന്തൊക്കെ നേടിയാലും ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോയാലും അതിപ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, ആ കുടുംബത്തിൽ രണ്ടുപേര് മരിച്ചു, രണ്ടുപേര് ബാക്കിയായി. ആ ബാക്കി ആയവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും അത് കൊച്ചായാലും ശരി, വലിയ ആളായാലും ശരി, അത് ജീവിതകാലം മുഴുവനും വലിയൊരു ട്രോമ തന്നെ ആയിരിക്കും. അവർക്കിനി മുന്നോട്ടുള്ള ജീവിതം ഭയങ്കര ദുരന്തമായിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഡയലോഗാണ്, മനുഷ്യൻ ഇവിടെ വരെ എത്തിയത് പ്രതിസന്ധികളിൽ കൂടെ തന്നെയാണ്. അതിനെ പൊരുതിയിട്ടാണ് മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ നേരിടുക. ഇനിയിപ്പോ നമുക്കൊരു സൂയിസൈഡ് ടെൻഡൻസി വരുന്നുണ്ട്, നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരുപാട് വഴികൾ നാട്ടിലുണ്ടെന്നേ. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരുപാട് വഴികളും സംഘടനകളും ഒക്കെ നാട്ടിലുണ്ട്. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരാൾക്കൊരു പ്രതിസന്ധി ഉണ്ടെന്ന് വിചാരിക്കുക, ആ പ്രതിസന്ധിയെ കൂടുതൽ ഒരു ഫോഴ്സ് ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കുക. അല്ലാതെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാത്ത വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയത്. ഇപ്പോൾ ഒരാൾക്കൊരു വിഷമങ്ങളുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? കാണുമ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ മാറി കൊള്ളാലോ എന്ന് പറയുന്ന ഒരു സമൂഹത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ഫെൻസിങ് സിസ്റ്റം ഉണ്ട് മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് ഒരു ഫെൻസിങ് സിസ്റ്റം. നമ്മൾ ഒരു വീട് പണിതാൽ വീട് പോലും കാണാത്ത രീതിയിലാണ് നമ്മൾ മതിൽ പണിയുക. ഒരു അയൽപ്പക്കമായിട്ടൊരു ബന്ധമേ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കും. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഏറ്റവും വീടിനേക്കാളും വലിയൊരു മതിൽ പണിയും, നമ്മൾ അതിനകത്തിരിക്കും, അപ്പുറം നടക്കുന്നത് ഇപ്പുറത്തറിയില്ല. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ? ഇപ്പൊ കുട്ടികൾ അപ്പുറത്ത് പോയാൽ പറയുമായതുകൊണ്ട് കുട്ടികളെ വിടാതെ പിടിച്ചു വയ്ക്കുന്ന ഒരു അവസ്ഥയും കൂടി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിലുണ്ട്. ആ ഒരു ഫെൻസിങ്ങും കൂടി ആവാം. ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് എങ്ങനെ നാളെ മുഖത്ത് നോക്കും, മറ്റുള്ളവരോട് നമ്മൾ എന്ത് പറയും, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും, നമ്മൾ ഇതെല്ലാം ആയിരുന്നിട്ട് ഒറ്റയടിക്ക് എല്ലാം പോയി നഷ്ടപ്പെട്ട് വന്നു കഴിയുമ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് കരകയറും എന്ന് ചോദിക്കാൻ ഒരാളില്ലാതെ പോയതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഒരു സാമൂഹ്യ ബന്ധം
നമ്മുടെ ഒരു സാമൂഹ്യ ബന്ധം വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് വരുന്ന ആൾക്കാർക്കെല്ലാം ഉണ്ടാവുന്ന ഒരു ട്രോമയാണ്. അത് മാത്രമല്ല സർക്കാരുകൾ ഇടപെടേണ്ടി വരും. ഇടപെടേണ്ടി വരും. അത് മാത്രമല്ല ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ദുരവസ്ഥയാണ്. പലപ്പോഴും ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സമൂഹം, ഡെസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ പല മാധ്യമങ്ങളും അതിലൊരു കൂടുതൽ പങ്കുവഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആത്മഹത്യാ നിരക്കുകൾ നമുക്ക് നോക്കുമ്പോൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. കേരളത്തിലായിക്കോട്ടെ, കേരളത്തിന് പുറത്തായിക്കോട്ടെ, ലോകത്തിൽ ആകമാനം ശരിക്കും പറഞ്ഞാൽ ഒരു ഡെത്ത് കളച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണ സംസ്കാരത്തിന്റെ ഒരു മുഖമുദ്ര ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കാണാൻ സാധിക്കും. ലോകത്തെങ്ങാനും ഓരോ ദിവസവും വാർത്തെടുത്ത് പോകുമ്പോൾ ഒന്നൊരു യുദ്ധം, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം, അതുമൂലമുള്ള ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അതുപോലെ പല രീതിയിലും പല ഭാഗത്തുമാണ്. അതാണ് ഒരു മരണ സംസ്കാരത്തിന്റെ ഒരു രീതിയിലേക്ക് ലോകം മുഴുവൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് പിന്നെ ജോൺ പറഞ്ഞതെങ്കിലും അതിനകത്തൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ക്യാച്ച് ചെയ്തു. മരണ സംസ്കാരം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ഒരു ഡെത്ത് കൾച്ചർ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ കോട്ട് ചെയ്തൊരു യൂസേജ് ആണ് ഡെത്ത് കൾച്ചർ. ഈ ഡെത്ത് കൾച്ചറിന്റെ ഒരു പിടിമുറുക്കം, ഒരു നീരാളിപ്പിടുത്തം ഇന്നത്തെ യുവതലമുറയിലേക്ക് ശരിക്കും പറഞ്ഞാൽ അത് പ്രായമാരിലേക്കും എത്തുന്നുണ്ട്. എങ്കിലും പ്രായമാര് കുറച്ചും കൂടിയും സ്റ്റേൺ ആണെന്ന് കുറച്ചുകൂടി ഇങ്ങനെ പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 50-60 എങ്കിലും അവർ സ്റ്റേൺ ആണ്, കുറച്ചുകൂടി നിൽക്കാനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ജനിച്ചു വരുന്ന കുട്ടികൾക്കൊരു അല്ലെങ്കിൽ ഒരു 10-16 വയസ്സ് കൗമാരക്കാരായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, അവർക്കൊന്നും പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസിക ശക്തി അവർക്ക് ലഭിക്കുന്നില്ല. അതൊക്കെ എവിടെയോ ചോർന്നു പോകുന്നു എന്നൊക്കെ നമുക്ക് കരുതേണ്ടി വരും. റോജി, ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. അതായത് ശരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം, ഒരു സ്റ്റാറ്റസ് ഇഷ്യൂ മാത്രമാണ് പ്രശ്നം. പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ സാലറി മേടിക്കുന്നവൻ ജീവിക്കുന്നത് ആ 1 ലക്ഷം രൂപയും മാസാവസാനാകുമ്പോഴത്തേനും തീരുന്ന ലെവലിലായിരിക്കും. അവൻ അതിൻ്റെതായിട്ടുള്ള ലോണുകളും കാര്യങ്ങളും EMI ഒക്കെ ഉണ്ടാവും. പെട്ടെന്ന് ആ 1 ലക്ഷം രൂപ ഇല്ലാതായി കഴിയുമ്പോൾ അതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറും. അപ്പോൾ അതും ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. വരവ് കണ്ട് അതിനനുസരിച്ച് ചെലവാക്കുക, അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്ക് ഒരു സേവിങ്സ് മാറ്റി വെക്കുക എന്നുള്ളതും നമുക്ക് ഇതുപോലുള്ള പ്രതിസന്ധികൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വലിയ സഹായമാകുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം ആകില്ല. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള ഒരു ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഗ്ലിസീനയിലേക്ക്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച അല്ലെങ്കിൽ പേടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു പാലക്കാട് 2 കുട്ടികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു കുട്ടി 17 വയസ്സും ഒരാള് 19 വയസ്സുമാണ്. 2 കുട്ടികൾ ചേർന്ന് ഒരു വൃദ്ധയെ കൊല്ലുന്നത് ഒരു 2 മൂക്കൂത്തി, ആ വൃദ്ധയുടെ മൂക്കിൽ 2 മൂക്കൂത്തിയുണ്ട്. അതിനു വേണ്ടിയാണ് ഇവർ കൊല്ലുന്നത് വളരെ സാധാരണമായ ഒരു കാര്യമുണ്ട്. പക്ഷെ അതിന് എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു കാര്യം, അവരാ തെളിവ് നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ സ്ത്രീയെ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഡ്രമ്മിലിടുന്നു, കത്തിക്കുന്നു, ഒരു തെളിവ് പോലും കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അങ്ങനെയെല്ലാം ഈ 2 കൊച്ചുകുട്ടികൾ ചെയ്യാണ്. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ പേടിപ്പിച്ചൊരു കാര്യം. അതിലൊരു കുട്ടി 17 വയസ്സാണ്. 17 വയസ്സുള്ളവനാണ് 19 വയസ്സുകാരനെ ഈ ക്രൈമിനെല്ലാം സഹായിക്കുന്നത്. പിന്നീട് ഈ വൃദ്ധയുടെ 68 വയസ്സായ ഈ വൃദ്ധ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. അവരുടെ മകള് അമ്മയെ കാണാനില്ലെന്ന് പരാതി കൊടുക്കുന്നു. അപ്പൊ തൊട്ട അയൽപക്കത്തെ സ്വന്തം മക്കളെ പോലെ കരുതിയ കുട്ടികളാണ് അവരെ വിളിച്ച് കൊണ്ടുപോയി പുറകിൽ നിന്ന് അടിച്ച് കൊന്ന് മൂക്കുത്തി ഊരി അവരെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ഡ്രമ്മിലിട്ട് കത്തിക്കുന്നത്. എന്തൊരു ഭീകരതയാണെന്ന് ഓർത്ത് നോക്കി. രണ്ട് കുട്ടികൾ. ഇത് നമ്മൾ ഒരു കൊലപാതകത്തിന്റെ അപ്പുറത്തേക്ക് അതിനെ വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ ഇപ്പോഴുള്ളൊരു അവസ്ഥയെ സംബന്ധിച്ച് വയോധികർ ഒരുപാട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു വയോധികരെ സംരക്ഷിക്കേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ആ ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലുമാണ്. അപ്പോൾ അതിന് എങ്ങനെ വയോധികരെ സംരക്ഷിക്കാമെന്ന്, അല്ലെങ്കിൽ എത്ര വയോധികർ ഓരോ പഞ്ചായത്തിലും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, അവരുടെ വെൽബീയിങ് എങ്ങനെയാണ് എന്ന് കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടയാളപ്പെടുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു വെച്ചാൽ ഇനി വരുന്ന സമയങ്ങളെല്ലാം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് മാറും. പിന്നെ കുട്ടികളെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതാണ്. ഒരു ധാർമ്മിക ച്യുതിയുണ്ട്. ആ ധാർമ്മിക ച്യുതിക്ക് ആരെല്ലാം കാരണക്കാരാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. 1, വിദ്യാഭ്യാസം. 2, സൊസൈറ്റി. 3, അവര് ഇടപെടുന്ന ആൾക്കാര്. 4, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിന്റെ ഉപയോഗം. നമുക്കറിയാം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രൈം സീരീസ്,
ലഹരി ഈ കുട്ടികളുടെ കാര്യത്തിൽ ലഹരി ഉണ്ടായിരുന്നു അതെ. എന്നുള്ളതാണ്. അതിൽ ഇപ്പോഴുള്ളൊരു ജനറേഷനെ നോക്കിയറിയാം, ക്രൈം സീരീസുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം നമ്മൾ മീഡിയാസ് തന്നെ ഒരു കൊലപാതകം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയും നിരുത്തരവാദപരമായിട്ടാണ് ഒരു കൊലപാതകം ചെയ്യുക. ഒരു ദൃശ്യം മോഡലിൽ കൊലപാതകം, അല്ലെങ്കിൽ മഹായാന മോഡലിലുള്ള മരണം, ഇങ്ങനെ ഒരു സിനിമയെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൊലപാതകത്തെ ദൃശ്യവൽക്കരിക്കുന്ന ഒരു രീതി മാധ്യമങ്ങൾ അവലംബിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതും ഇപ്പോൾ ഈ 17 വയസ്സുള്ളൊരു കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയധികം തെളിവുകൾ ഒളിപ്പിക്കാൻ, ഇതെല്ലാം ചെയ്താൽ ഈ തെളിവെല്ലാം ഒളിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്രൈം സീരീസുകളുടെ ഒരു പ്രശ്നം അവിടെ തന്നെയാണ്. ഒരിക്കൽ പോലും ഒരാളുടെ ഫാൻറ്റസിയിൽ നിന്നുണ്ടാവുന്നു, അത് വിഷ്വലൈസ് ചെയ്യുന്നു. പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ പുസ്തകങ്ങളോട് അത്രയും മമതയില്ലാത്തവർ വരെ ഇങ്ങനെയുള്ള ക്രൈം സീരീസുകൾ തുടർച്ചയായി കാണുമ്പോൾ ഇതെങ്ങനെ ഇതിനെ ഡിസ്പ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബോഡിയെ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്ന് അവർ കൃത്യമായി പഠിക്കുകയാണ്. അതിൽ നിന്ന് ഇതിനെ എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യാം, അത് കുട്ടികൾക്ക് നിർത്തേണ്ട ഒരു സമയം പണ്ടേ അതിക്രമിച്ചതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം ഞാൻ ആദ്യമേ ഈ കേസിൽ സൂചിപ്പിച്ച പോലെ ഒരു അയൽപ്പക്കമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥയുണ്ട്. ഒരു ഫെൻസിങ്, ഒരു സോഷ്യൽ ഫെൻസിങ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതും ഇതിനകത്തൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മൂല്യച്യുതി, ഒരു ധാർമ്മിക ച്യുതിയുണ്ട്. വിദ്യാഭ്യാസത്തിലായാലും സൊസൈറ്റിയിലായാലും ഉണ്ട്, അതൊരു മൂല്യച്യുതിയുണ്ട്. അതിൻ്റെയും കൂടെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇത്. ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു ക്രൈം റെക്കോർഡ്സ് വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രൈം റേറ്റ് കുറവുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. നാഷണൽ ക്രൈം ബ്യൂറോയുടെ റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും ക്രൈമിൽ കുറവുള്ള ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. പക്ഷെ ആ കേരളത്തിലാണ് ഇത്രയും ചെറിയ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്നത് എന്നുള്ളത് കേരളത്തിന്റെ വളർന്നു വരുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കൊലപാതകം നടന്നു, അവിടെ പ്രതിയെ പോലീസ് 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പിടിച്ചു എന്നൊരു വാർത്ത കാണുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒരു മുതിർന്ന ഒരാളാണെങ്കിലും അവർ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ആ പ്രതിയെ പിടിച്ചത് എന്തുകൊണ്ടാണ്, അപ്പോൾ എങ്ങനെ പ്രതിയെ പിടിക്കാതിരിക്കാം എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ആ ചിന്തകളെ പോലും ഡൈവേർട്ട് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ കുട്ടികളാകുമ്പോൾ അതിന് ജുവനൈൽ ആക്ടിന്റെ അണ്ടറിലാണ് ഇത് വരിക. ഈ ജുവനൈൽ ആക്ടിന്റെ അണ്ടറിൽ വരുമ്പോൾ എത്ര വലിയ ക്രൈം ആയാലും അവർക്ക് അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുകയാണ്. ഇപ്പോഴത്തെ ഒരു ഇത് സംബന്ധിച്ച് അതിനുണ്ടാകുന്ന ഒരു കാലതാമസം കുട്ടികളുടെ ഇടയിൽ ഇത് കൂടുതലാവാനൊരു കാരണമായിട്ടുണ്ട്. ഈ ജുവനൈൽ ജസ്റ്റിസിൽ ഉണ്ടാവുന്ന ഒരു കാലതാമസമുണ്ട്. എത്ര വലിയ, ഇപ്പോൾ നമുക്കറിയാം നിർഭയ കേസ് വന്നതിലും ഒരു പയ്യൻ 17 വയസ്സുള്ള ഒരു 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് അവനെ വെറുതെ വിടുന്നത്, ഏറ്റവും വലിയ ക്രൈം ചെയ്ത്. അതാ അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഇതിനകത്ത് ഉണ്ടാവുന്നതും. പിന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ കോടതികളിൽ നിന്ന് ഒരുപാട് കാലതാമസം നേരിടുന്നതും ഇതിനൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള കേസുകൾ, കുട്ടികൾ പ്രതികളാവുന്ന കേസിൽ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടാവുക എന്നുള്ളത് ഈ ക്രൈം കുറയ്ക്കാൻ ഒരു പരിധി വരെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്ന് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ച് ഇതിപ്പോൾ കുറച്ച് നാളങ്ങ് പോകും, അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് നാൾ നമുക്ക് കാത്തിരിക്കാം, അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാലതാമസം ഉണ്ടാവുന്ന കാലതാമസങ്ങൾ കുറയ്ക്കുക, ദൈർഘ്യം കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ഉണ്ടാവുക, 17 വയസ്സ് അണ്ടർ 18 ഉള്ള കുട്ടികൾക്കും ചെയ്യുന്ന ജുവനൈൽ ആക്ടിൽ പെടുത്താതെ ചെയ്യുന്ന ക്രൈമിനനുസരിച്ചുള്ള ആ കുറ്റകൃത്യത്തിന്റെ തീക്ഷ്ണത അനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കുക, മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു പരിരക്ഷ എന്ന രീതിയിൽ കേരളത്തിൽ താമസിക്കുന്ന വയോധികർക്ക് വേണ്ടിയിട്ട് സർക്കാർ എത്രയും പെട്ടെന്ന് സ്വയംഭരണ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സർക്കാരും പോലീസും ജനമൈത്രി പോലീസുമായ ആഴ്ചയിൽ ഒന്നെങ്കിലും ആ പ്രദേശത്തെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതും കേരളത്തെ സംബന്ധിച്ച് അനിവാര്യം തന്നെ. തീർച്ചയായിട്ടും വയോജന വകുപ്പൊക്കെ ഇപ്പോൾ എന്തായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ജോയ്സെ, നോക്കൂ, ഇപ്പോൾ ഈ കൊലപാതകങ്ങളുടെ വല്ലാത്തൊരു പരമ്പര തന്നെ ഈ കഴിഞ്ഞ ആഴ്ച കാണുന്നല്ലേ, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ തന്നെയാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും റോജി, ഇപ്പൊ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 2 സംവിധാനങ്ങൾ, എല്ലാ സംവിധാനത്തിലും ഒരു അഴിച്ചുപണി വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഏറ്റവും അടിയന്തരമായിട്ട് നടത്തേണ്ട രണ്ട് സംഭവങ്ങളിൽ ഏറ്റവും അടിയന്തരമായിട്ട് ഒരു വ്യത്യാസം അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒന്ന് വിദ്യാഭ്യാസം ഇപ്പത്തെ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളൊക്കെ പഠിച്ചതിന് മുൻപുള്ള നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി സ്കൂളിൽ പഠിച്ച കാലത്തെ സിലബസ് ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം സിറ്റുവേഷൻ ഒക്കെ മാറണം. അതായത്
കുട്ടികളുടെ മൈൻഡ് മാറുന്നതനുസരിച്ച്, അവർ ജീവിക്കുന്ന സാമൂഹിക സ്ഥിതി മാറുന്നതനുസരിച്ച് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇപ്പൊ ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ കൂടുന്നു. ലഹരി ഉപയോഗിച്ചാൽ എന്തൊക്കെ വരും, അത് എങ്ങനെ ഉപയോഗിക്കാതിരിക്കാം, അതിന്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കണം. ഒരു കൊച്ച് 4-5 വയസ്സാകുമ്പോഴേ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതാണ്. അതായത് അവന്റെ സ്വഭാവം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ അവൻ സ്കൂളിലെത്തുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് അവനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് തിരിക്കാൻ പറ്റും. പിന്നെ ഒന്ന്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷ. നമ്മുടെ ഷാരോൺ വധക്കേസ് നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ആ ഷാരോൺ വധക്കേസിലെ പ്രതി പറഞ്ഞാണ് 36 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങും. അത്ര ജനങ്ങൾക്ക് നമ്മുടെ ശിക്ഷാ രീതിയെ പേടിയുള്ളൂ. അതായത് ഒരു കൊലപാതകം ചെയ്താലും ഒരു അഴിമതി ചെയ്താലും ശരി, ഇത് കുറച്ച് കഴിയുമ്പോൾ കഴിയും. ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ചെന്താമര എന്ന് പറഞ്ഞ ക്രിമിനൽ കോടതി പറഞ്ഞു കേട്ടില്ലായിരുന്നോ, എന്നെ തൂക്കി കൊന്നോളൂ, ഇനി കൊല്ലേണ്ടി വന്നാൽ ഇനിയും ഞാൻ കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പേടിയില്ല ജനങ്ങൾക്ക്. അതായത് ജയിലിൽ പോയാലും ഇത് ഇത്രയൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പാണ്. ആ സംവിധാനത്തിന് ഒരു മാറ്റം വരണം. അതുപോലെ ഒരു അഴിമതി കാണിച്ച ആളാണോ, സസ്പെൻഷൻ അല്ല, അവനെ ഡിസ്മിസ് ചെയ്യണം. അവൻ സർക്കാർ ജോലി ഉദ്യോഗസ്ഥനാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യണം. അഴിമതി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്മിസ് ചെയ്യണം. അല്ലാതെ സസ്പെൻഷൻ പകുതി സാലറിയും കൊടുത്ത് വീട്ടിലിരുത്താനാണെങ്കിൽ പിന്നെ അത് ശിക്ഷ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ജയിലിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മട്ടനും ചിക്കനും കൊടുത്തിട്ട് അവനെ സൂചിപ്പിക്കാനാണെങ്കിൽ, സാലറി കൂട്ടി കൊടുത്തിട്ട് അവനെ സൂചിപ്പിക്കാനാണെങ്കിൽ അവനെ ജയിലിൽ വിടേണ്ട ആവശ്യമില്ല. അതിലും വലിയ ശിക്ഷയാണ് തൊഴിലില്ലാതെ പുറത്തു കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരു ശിക്ഷയാണെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും വല്ലാത്തൊരു ക്രിമിനൽ മൈൻഡ് സെറ്റ് സൊസൈറ്റിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അതിന് കാരണക്കാരുണ്ട്. വെറുതെ ഒരു കുട്ടി സുപ്രഭാതത്തിൽ പിറ്റേ ദിവസം നമുക്ക് ഒരു ചൊല്ല് പറയാറില്ലേ, ആരും ഒരു കൊലപാതകയോ അല്ലെ കള്ളനായിട്ട് ജനിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് ജനിക്കുന്നത്? അപ്പോൾ അത് പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളൊന്ന് പറയാം. ഒന്ന് നമ്മുടെ സമൂഹമാണ് അതിനുള്ള കാരണം. രണ്ടാമത്തെ ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു വലിയൊരു കാരണമായിട്ട് തീരാം. മൂന്നാമത്തെ ആ കുട്ടി കടന്നു പോകുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് നമുക്കറിയാം അതിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ, അല്ലെങ്കിൽ പിയേഴ്സ് ആയിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ഒരു ഫിലോസഫിയിൽ ഒരു ചിന്തയാണ് മനുഷ്യന്റെ മനസ്സൊരു ടാബുല റാസ എന്ന് പറയുന്നത്. ടാബുല എന്ന് പറഞ്ഞ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാങ്ക് സ്റ്റേറ്റിൽ എന്താണോ എഴുതപ്പെടുന്നത് അതാണ് പിന്നീട് റിയാക്റ്റീവ് ആയിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ഈ നിർഭയ കേസിൽ കാണാൻ കഴിയുന്നത്. ഹിറ്റ്ലറുടെ കാര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ ഉള്ളൊരു കാര്യമുണ്ട് റോജി, ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്നുവെച്ചാൽ കുട്ടികൾക്ക് ആർക്ക് പെട്ടെന്ന് പൈസക്കാരാവുക, അത് ഈ ഒരു ജനറേഷനിൽ കൂടുതലാണ്. നമ്മുടെ ഒരു ജനറേഷൻ ഒരു 80s അല്ലെങ്കിൽ ഒരു 90s ഉള്ളവരുടെ പോലെയല്ല ഇപ്പോഴത്തെ യൂത്തിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം, അതിന് പെട്ടെന്ന് കാശുണ്ടാവണം, അല്ലാതെ കഷ്ടപ്പെടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. സമയവും ഇല്ല, സൗകര്യവും ഇല്ല, എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ചിന്തയും കൂടി ഇതിന്റെ പുറകിലുണ്ട്. പിന്നെ ഈ ക്രൈമുകളെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അത് പിന്നെ വരുന്ന കുട്ടികൾക്ക് ഒരു 4 വരെ വെടിവെച്ച് വന്നു, വാവ്, അല്ലെങ്കിൽ 4 പേരെ കുത്തിക്കൊന്നു, അവനാണ് പിന്നെ ഹീറോ. അവരെ കുറിച്ച് സിനിമകൾ വരുന്നു, സീരീസുകൾ വരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ടേ ചിലവർ അടിച്ചില്ലാതാകുമ്പോ സാറ്റിസ്ഫാക്ഷൻ. ഒരു ചെറുക്കൻ നന്നായിട്ട് വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കുന്നു, വണ്ടി ഇടിക്കുന്നു, ചിലപ്പോൾ അവിടെ മരിക്കുന്നു, പക്ഷെ അപ്പോഴും അടിയിൽ കുറെ കമ്പനിയാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അതൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഈ മനുഷ്യൻ എങ്ങനെയാണോ നേരെ ജീവിക്കേണ്ടത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വികാരം വരുത്തുന്ന പല ചിന്തകളൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ക്രിമിനൽ പശ്ചാത്തലങ്ങളും ക്രിമിനൽ കാര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ ഒരു ഭാഗത്ത് വല്ലാത്ത രീതിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. വല്ലാണ്ട് സങ്കടം വരുന്നു, ചങ്ക് പൊടിഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ജോണിലേക്കാണ്. ജോൺ, എന്തായിരുന്നു ജോണിനെ ഫീൽ ചെയ്ത വാർത്ത? എനിക്ക് ഫീൽ ചെയ്ത വാർത്ത, ഇപ്പോൾ നാട്ടിലെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും പാകിസ്ഥാൻ ഒരേ സമയത്ത് ലോക സമാധാനത്തിന് വേണ്ടി അങ്ങനെ പറയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് വേണമെങ്കിൽ പറയാം, മുനീറും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ ചേർന്നിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ ശോചനീയമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. മറ്റു രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതേസമയം അവിടുത്തെ ആളുകൾക്ക് തന്നെ എതിരെ എത്ര ഭീകരന്മാരാണ് ഓരോ ദിവസം കൊല്ലപ്പെടുന്നുള്ളത്. അഫ്ഗാനിസ്ഥാനായിട്ട്, തൊട്ടടുത്ത രാജ്യം അഫ്ഗാനിസ്ഥാനായിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ ഇന്ത്യയായിട്ടുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ബലൂചിസ്ഥാനും ഒരു പ്രൊവിൻസാണ്, ഏറ്റവും വലിയ പ്രൊവിൻസായ ബലൂചിസ്ഥാനും പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള അവിടുത്തെ, അതുപോലെ തന്നെ ഈ അവിടെ കുടിവെള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്രൈസ്തവർക്കെതിരെ അവിടെ നടക്കുന്ന, പാകിസ്ഥാനിൽ നടക്കുന്ന വലിയൊരു എന്താ പറയുക
അതിക്രമം. അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പാണ്, കഴിഞ്ഞ ജൂണിലാണ്, ജൂൺ 30-ാം തീയതിയാണ് മരിയ ഷഹബാസ് എന്നൊരു കുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. നമുക്കറിയാം, അപ്പോൾ നമുക്ക് ഒരു പെങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു പെൺകുട്ടി അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയതാണ്. വൈകുന്നേരം വരുമ്പോൾ പെൺകുട്ടി വീട്ടിലെത്തുന്നില്ല. കാരണം എന്താ അന്വേഷിച്ച് കാണുന്നില്ല. പിന്നെയാണ് മനസ്സിലാവുന്നത് ആ കുട്ടിയെ വേറെ ഒരാൾ, 56 വയസ്സുള്ള ഒരാൾ തട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് 56 വയസ്സുള്ള ആൾ തട്ടിക്കൊണ്ട് പോകുന്നു. നിർബന്ധിതമായിട്ട് കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു, മതം മാറ്റി വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവിടുത്തെ കോടതി ഈ വിധി അംഗീകരിക്കുന്നു. 13 വയസ്സായിട്ടുള്ളൂ എന്നും പറയണം ആ കുട്ടിക്ക്. 16-18 വയസ്സാണ് അവിടുത്തെ ഒരു പ്രായപൂർത്തി നിയമം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ എങ്കിലും ആ കോടതി ആ വിധിയെ, അയാൾ ചെയ്ത പ്രവൃത്തി അനുകൂലിക്കുന്നു. അവിടെ സ്വന്തം മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ കാണാൻ സാധിക്കാത്തൊരവസ്ഥ. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, കാരണം കാല് പിടിച്ചാൽ പോലും ആ കുട്ടിയെ കാണാൻ സാധിക്കാത്തൊരവസ്ഥ വരുന്നു. ഇത്രത്തോളം കിരാതമായ നിയമങ്ങൾ അല്ലെങ്കിൽ ആ നിയമ പീഠത്തിന്റെ അല്ലെങ്കിൽ നീതിന്യായ വകുപ്പിന്റെ രീതിയിൽ തന്നെ പറയുമ്പോൾ ഒരു നിയമമില്ലാത്ത സാധാരണ മനുഷ്യർക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പോലും ഒരു നിയമം ലഭിക്കാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. മാത്രമല്ല അവിടെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവരെ അങ്ങനെയുള്ള തട്ടിക്കൊണ്ടു പോകുന്നു. ക്രൈസ്തവർക്ക് കഴിഞ്ഞ ഏപ്രിലാണ് ഒരു സംഭവം ഉണ്ടായത്. ഒരു ദേവാലയത്തിൽ ഇങ്ങനെ ഒരു തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു റാലിക്കിടയ്ക്ക് ഒരു ട്രക്ക് ഡ്രൈവർ, തീവ്ര മതചിന്താഗതിയായ ഒരാൾ വന്ന് വണ്ടിടിച്ച് കയറ്റുന്നു. ഏകദേശം കുറച്ച് ആൾക്കാർ ഇങ്ങനെ മരണപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ചിന്താഗതി ഉള്ളൊരു രാഷ്ട്രം കൂടുതലായിട്ടും അഫ്ഗാനിസ്ഥാനിൽ ഈ പ്രശ്നം ധാരാളമായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാനിലാണ് കൂടുതലും ഈ ഇൻഡെക്സ് കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ദുരവസ്ഥയാണ് നമുക്ക് കൂടുതലും എടുത്ത് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ആ പാകിസ്ഥാനിലെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ചിലപ്പോൾ ആ വ്യക്തി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ മതനിന്ദ ആരോപിച്ച് വർഷങ്ങളോളം ജയിലടയ്ക്കുന്ന ഒരവസ്ഥ. അത് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് അങ്ങനെ മതനിന്ദ ആരോപിച്ച് ജയിലടച്ച ഒരു വ്യക്തിയെ 14 വർഷങ്ങൾക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പീഡിത സമൂഹമാണ് ലോകത്താകമാനം പീഡിതം അനുഭവിക്കുന്ന സമൂഹമാണ് ക്രൈസ്തവർ. അതിൽ ഒരുപക്ഷെ കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് നൈജീരിയയിലായിരിക്കാം. ഓരോ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് തന്നെ ഫുലാനി തീവ്രവാദികളുടെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ഈ ഒരു സംഭവം, പ്രത്യേകിച്ച് മരിയ ഷഹബാസിന്റെ, ഇന്നാണ് മറ്റൊരു വിധിയും കൂടി വന്നിരിക്കുന്നത്. ഈ ദിവസം പ്രത്യേക ഒരു വിധി കൂടി വന്നിരിക്കുന്നു. കൂടുതലായിട്ടും കഴിഞ്ഞ പ്രാവശ്യം കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു വിധി ഈ കുട്ടിക്കെതിരെ പുറപ്പെടുവിച്ചു, അതായത് ഈ ഇത്തരം പ്രായമുള്ള വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ മതം മാറാൻ ഉള്ള നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ, അതിനെപ്പറ്റി വീണ്ടും കുറച്ചും കൂടിയും ഉയർന്നൊരു കോടതി മറ്റൊരു വിധി എടുക്കുമെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെയുണ്ട്. പക്ഷെ എന്നാലും അവിടുത്തെ ക്രൈസ്തവരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ന്യൂനപക്ഷ വിഭാഗക്കാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. തീർച്ചയായിട്ടും ജോണെ, അതായത് സൂര്യൻ ഉദിക്കുക എന്ന് പറയുന്നത് അവിടെ സത്യം വിതറുക എന്ന് കൂടി ഒരു അർത്ഥമുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പം പുറത്ത് വന്ന വാർത്ത, ഇത് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഏതൊക്കെ രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടാവും, ഇത് എത്ര മനുഷ്യർ കരയുന്നുണ്ടാവും, അവർക്ക് ഇനി മുന്നോട്ടൊരു ഓപ്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എത്ര പേര് നിലവിളിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങള്, ജോൺ ഇപ്പോൾ സൂചിപ്പിച്ചു, നൈജീരിയയുടെ അവസ്ഥ സൂചിപ്പിച്ചു. ചുമ്മാ മനുഷ്യനെ വെട്ടി കൊല്ലുവാണ്. നമ്മൾ ഈ എന്താ പറയാ, വെട്ടം കൊണ്ട് നിർത്തിയിരിക്കുന്ന പോത്തിനെ പോലുള്ളൊരു സാഹചര്യമാണ്. എപ്പോൾ വേണേലും മരണം വരാം. എന്തിനാണ് ജീവിക്കുന്നത്? ഇനി ജീവിച്ചാൽ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മക്കള് എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്കറിയാവുന്നതാണ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ. പക്ഷെ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ ജനങ്ങളെ ഭരിക്കേണ്ട, അവരുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കേണ്ട ഭരണകൂടം അവസരോചിതമായിട്ട് കണ്ണടക്കുകയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റ് രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് കൊടുത്ത്, കേരളം, ഇന്ത്യയും അമേരിക്കയും ഒക്കെ ഇതിനെക്കുറിച്ച് കൊടുത്ത് പ്രതികരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാക്കുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്, കണ്ണീരൊഴുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന് ശരിക്കും ചില മെന്റാലിറ്റി മാറാതെ, അല്ലെങ്കിൽ ചില ഐഡിയോളജികൾ മാറാതെ ഇതിനൊന്നും തീരുമാനമാകത്തില്ല. അതായത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ജൂതനായാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, എല്ലാവർക്കും ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവനും ജീവിക്കട്ടെ എന്ന്, അല്ലെ? മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ, അവരുടെ ജീവിതത്തിൽ ഇടപെടാതെ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. നമുക്കും ജീവിക്കാം, അവരും ജീവിക്കട്ടെ എന്ന് വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അതായത് എൻ്റെ ഐഡിയോളജി മാത്രം മതി ലോകത്തെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ വല്ലാത്ത ക്രൂരതകൾ ഒക്കെ ഉണ്ടാകുന്നത്. തീർച്ചയായും പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാനിലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ക്രൈസ്തവർ ഇത്രമാത്രം ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നത്, അതായത് നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ കാണുകയുണ്ടായി, തല വെട്ടിക്കളയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുള്ളതാണ്. അപ്പോൾ ഈ ലോകത്ത് നിന്ന് എന്നാണ് ഈ അക്രമങ്ങളൊക്കെ ഇല്ലാതാകുന്ന നല്ലൊരു സമാധാനപൂർണ്ണമായ ഒരു പുലരി ഉണ്ടാവുക എന്ന്
ചിന്തിക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും ഈ മതരാഷ്ട്രങ്ങൾ ഉണ്ടായാലുള്ള ഏറ്റവും വലിയ അപകടം ഇതാണ്. ഈ ഇപ്പോൾ റോജി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഐഡിയോളജി മതി, നിങ്ങളുടെ ഐഡിയോളജികളെല്ലാം തെറ്റാണ്, എൻ്റെ ഐഡിയോളജിയിൽ കൂടി മാത്രം നിങ്ങളെല്ലാവരും ജീവിക്കണം എന്ന് വരുന്നത് ഒരു ഒരു മതരാഷ്ട്രവാദികളുടെ ഏറ്റവും വലിയ ചിന്തയും അത് തന്നെയാണ്. ഞങ്ങളുടെ മതം മാത്രം മതി, നിങ്ങളാരും വേണ്ട. അതുകൊണ്ടാണ് ഇത്രയധികം അസമത്വങ്ങൾ രാജ്യത്തുണ്ടാവുന്നത്. നിങ്ങളുടെ മതത്തെ പോലെ തന്നെ നമ്മളുടെ മതവും നല്ലതാണ്, അല്ലെങ്കിൽ ആ ഐഡിയോളജിയും നല്ലതാണെന്ന് ചിന്തിക്കുന്നിടത്ത് പ്രശ്നം തീർന്നു. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, ബാക്കി എല്ലാ രാജ്യങ്ങളും എവിടെയെങ്കിലും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വംശഹത്യ ഉണ്ടായാൽ അതിനെതിരെ വളരെ വികാരഭരിതമായി അപലപിക്കുന്ന ഒരു അവസ്ഥ വരലുണ്ട്, അത് ലോകരാഷ്ട്രങ്ങളെല്ലാം. പക്ഷെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ്, ഇപ്പൊ നമുക്കറിയാം നൈജീരിയയിൽ ഉണ്ടാവുന്നു, പാകിസ്ഥാനിലുണ്ടാവുന്നു, ഇത് ഇങ്ങനെയുള്ള എല്ലാ മതരാഷ്ട്രങ്ങളിലും ക്രിസ്ത്യൻസ് അതിഭയങ്കരമായി വേട്ടയാടപ്പെടുന്നുണ്ട്. അത് കേവലം ഒരു ഒരു ജസ്റ്റ് ഒരു വാർത്ത, നൈജീരിയയിൽ കൂട്ടക്കൊല, ഇത്ര പേരെ കൊന്നു, വളരെ നോർമലൈസ് ആയിട്ട് അങ്ങനെ ഒരു ക്രൈസ്തവ കൂട്ടക്കൊല മാറുന്നത് എന്താണെന്ന് എനിക്ക്, ഇതിപ്പോ ക്രിസ്ത്യൻ കൺട്രീസ് ആയിക്കോട്ടെ അതിനെതിരെ വരുന്നില്ല എന്നുള്ളതും ഒരു ഒരു നഗ്നമായ സത്യമാണ്. എന്തുകൊണ്ടാണ് അവരുടെ ജീവന് വിലയില്ലാത്തത്? അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവര് മരിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കേണ്ടവരാണെന്ന് ആരോ എഴുതി വെച്ചതുപോലെയാണ് ക്രിസ്ത്യൻസിനെതിരെയുള്ള കൂട്ടക്കൊലകളെല്ലാം വരുന്നത്. തീർച്ചയായിട്ടും. അതായത് പാകിസ്ഥാനാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ എന്തായാലും ലോകരാഷ്ട്രങ്ങൾ അപലപിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഇനിയും നല്ലൊരു പുലരി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച മനസ്സിൽ വല്ലാണ്ട് ഒരു നൊമ്പരമായി മാറിയിരിക്കുന്ന ദേവാംശു ശൗര്യ എന്ന 1.5 വയസ്സുകാരനാണ്. അതായത് 8 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവർക്കൊരു മകൻ ജനിക്കുകയാണ്. ദേവാംശു ശൗര്യ എന്ന പേരൊക്കെ ഇട്ട് നല്ല സുന്ദരനായ ഒരു കുഞ്ഞിനെ അവർ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരു ദിവസം ആ കുഞ്ഞ് കളിക്കുന്നിടയിൽ ഒന്ന് വീണു. ചുണ്ടിൻ്റെയും താടിയുടെയും താഴെയായിട്ട് മധ്യഭാഗത്തായിട്ട് അല്പം പൊട്ടലുണ്ടായി. ഇവർ ചെയ്തത് നേരെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള, സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ വിധി എഴുതി, അനസ്തേഷ്യ കൊടുക്കണം, വലിയൊരു ഓപ്പറേഷൻ ചെയ്യണം, പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി പ്രായമായി വരുമ്പോൾ മുഖത്തിന് വലിയ രീതിയിലുള്ള വികൃതമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ വലിയ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, തുന്നിലിട്ടാൽ പോരെ എന്ന് ചോദിച്ചു. തുന്നിലിടാൻ വേണ്ടി ഡോക്ടർ വിളിച്ചു. ഡോക്ടർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഞാൻ തുന്നിലിടാൻ വേണ്ടി വരാം, എനിക്ക് 18,000 രൂപയാണ് എൻ്റെ ഫീസ്, ആ ഫീസ് തരണമെന്ന്. അങ്ങനെ ഈ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ കണ്ണുകളെല്ലാം മുകളിലേക്ക് മറയുന്നു, കൊച്ചിൻ്റെ നെഞ്ച് ഉയർന്നു വരുന്നു, വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചു പോകുന്നു. ഡോക്ടർമാർ കൈമലർത്തി, ഇത് 1000-ൽ അല്ലെങ്കിൽ 10,000-ൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണ് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന്. അപ്പോൾ പറയുന്നത് സ്വകാര്യ മേഖലകളിലെ ആശുപത്രികൾ പണത്തിന് വേണ്ടി ജീവന് യാതൊരു വിലയില്ല എന്നുള്ളതാണ്. ആ കൊച്ചിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കഴിയുമ്പോൾ എവിടെ നോക്കിയോ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലേക്ക് വല്ലാതെ അങ്ങ് വരും. അതായത് നെഞ്ചിൽ കിടന്ന് ഒരു നെരിപ്പോട് എരിയുന്നത് പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവുക. ഒരു 1.5 വയസ്സുള്ളന്നേ പണത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവനാണ് ഈ സ്വകാര്യ ആശുപത്രികൾ ഇല്ലാതാക്കിയത്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മനസാക്ഷി ഉള്ള ആരും ഒന്ന് പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരു സംഭവം തന്നെയായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ആയിട്ട് കണക്ട് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. അതായത് വ്യക്തമായിട്ടുള്ള മോണിറ്ററിങ്, വ്യക്തമായിട്ടുള്ള നിരീക്ഷണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അത് ഒരു സംവിധാനത്തിൽ വരുന്ന ഒരു ചേഞ്ച്, അതൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഈ ആരോഗ്യ മേഖലയിലെ വീഴ്ച ഇത് ആദ്യമായിട്ടല്ല എന്ന് നമുക്കറിയാം. നമ്മൾ തന്നെ ഇത് ആരോഗ്യമേഖല ഒരു വീഴ്ചയല്ലെന്ന്, ഇത് പണത്തിന് വേണ്ടിയുള്ള, അതായത് ആർത്തി അതും ഒരു വീഴ്ചയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഇത്തരം ഒരു പ്രശ്നം, അങ്ങനെ പറയാം, ആ ഒരു പ്രശ്നം ഇത് ആദ്യത്തെ സംഭവം അല്ലാതെ നമുക്കറിയാം. നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ തന്നെ എത്ര ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും മാറാൻ തയ്യാറാകുന്നില്ല. നമുക്ക് കാശ് മാത്രം മതി, മനുഷ്യന്റെ ജീവന് പുല്ലുവില എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, അത് മാറുമല്ലോ റോജി. അത് മാറണമെങ്കിൽ അതിനുള്ള സിസ്റ്റം മാറണം ആദ്യമേ. ഇത്തരം പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്നുള്ള സിസ്റ്റം മാറണം. അതായത് പേടി വരണം ജനങ്ങൾക്ക്. ഡോക്ടർമാരായാലും ശരി, അവർ ചെയ്യുന്ന ഒരു വീഴ്ച, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടും, അവരുടെ ജോലി പോകും. അല്ലെങ്കിൽ അവർക്കിനി ഈ ഫീൽഡിൽ തുടരാൻ പറ്റത്തില്ല, അവരുടെ ജീവിതം മുട്ടിപ്പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരണം. അത് തെളിയിച്ചാൽ, സത്യസന്ധമായിട്ട് തെളിയിച്ചാൽ മാത്രം അത് കിട്ടുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള, അതായത് ആവശ്യമില്ലാത്ത ഒരു ചികിത്സ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡോക്ടറിന് പോലും അല്ലെങ്കിൽ ഒരു നേഴ്സിന് പോലും ആർക്കായാലും അതൊരു പെട്ടെന്ന് മൈൻഡിൽ വരുള്ളൂ, അതിന് അവർ തയ്യാറാകാതെ ഇരിക്കത്തുള്ളൂ. അതില്ലാത്തത്രയും കാലം എന്താണ്,
ഇവനിപ്പോ കാശുണ്ട് എന്നാ പിന്നെ അവന്റെ അടുത്ത് അതെ. നൂറ്റിയേക്കാം എന്നുള്ളൊരു അതെ, ചിന്തയെ ഈ വരുള്ളൂ. മുൻവിധി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ഡോക്ടർമാർ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്ത് കാര്യങ്ങളാണെങ്കിലും കുറെ മുൻവിധികളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ മുൻവിധികളോട് കൂടി ഒരാളെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ആ ആൾ എന്ന് പറയുന്നത് ഏൽക്കുന്ന വല്ലാത്തൊരു ഫീൽ തന്നെയായിരിക്കും. അവന്റെ ജീവിതം തന്നെ വല്ലാത്ത ട്രോമയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പല ആളുകളും മുൻവിധിയോടുകൂടി ആളുകളെ സമീപിക്കാറുണ്ട്. പക്ഷേ ഈ വിധിക്കുന്ന ആളുകൾ ഒരു കാര്യം ആലോചിക്കണം. നാളെ ഈ സമൂഹം നിങ്ങളെ വിധിക്കുമെന്ന്. ഞാനൊരു കഥ പറയാം. മനോഹരമായ ഒരു തടാകമായിരുന്നു അത്. ചുറ്റിനും ഇളം പച്ച പുല്ലുകളുണ്ടായിരുന്നു. സൂര്യന്റെ കിരണങ്ങൾ അരിച്ചിറങ്ങുന്നുണ്ട് വെള്ളത്തിലേക്ക്. മരങ്ങളുടെയും ചെടികളുടെയും പ്രതിബിംബം ഈ തടാകത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. സുന്ദരം, സമാധാനം, സുരക്ഷിതം. അവിടേക്കാണ് ആ ആട്ടിൻകുട്ടി വെള്ളം കുടിക്കാനായി ഓടിയെത്തിയത്. അപ്പോൾ അവിടെ നിന്ന ഒരു മാൻ ഈ ആട്ടിൻകുട്ടിയെ തടഞ്ഞു. വെള്ളം കുടിക്കുന്നതിനും വിലക്കി. അതിനുശേഷം തൻ്റെ കൂടെ പോരാൻ ആവശ്യപ്പെട്ടു. ആട്ടിൻകുട്ടിയെയും കൊണ്ട് ഈ മാൻ മുന്നോട്ട് നടന്നു. ഇത് കണ്ടു നിൽക്കുകയായിരുന്നു സൂത്രക്കാരനായ ഒരു കുറുക്കൻ. ആട്ടിൻകുട്ടി മാൻകുട്ടിയുടെ പുറകെ പോകുന്നത് കണ്ട് ഈ സൂത്രക്കാരനായ കുറുക്കൻ അമ്മയാടിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ആ മാൻ തട്ടിക്കൊണ്ടുപോയി. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന്. അമ്മയ്ക്ക് വളരെയേറെ സങ്കടമായി. എൻ്റെ മകനെ ആ മാൻ തട്ടിക്കൊണ്ടുപോയല്ലോ, എങ്ങോട്ടായിരിക്കും കൊണ്ടുപോയത്? ഈ അമ്മ ആട് ഓടിച്ചെന്ന് സിംഹത്തിൻ്റെ അടുത്ത്. സിംഹം കാട്ടിലെ രാജാവാണ്. തൻ്റെ മകനെ തട്ടിക്കൊണ്ടുപോയി എന്ന് കരഞ്ഞുകൊണ്ട് ഈ അമ്മ ആട് പറഞ്ഞു. സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം സടകുടഞ്ഞ് എഴുന്നേറ്റു. അതിനുശേഷം കുറുക്കൻ ചൂണ്ടിക്കാണിച്ച വഴിയെ ഈ ആട്ടിൻകുട്ടിയെ അന്വേഷിച്ച് യാത്രയായി. ഓടി ചെന്നപ്പോഴാണ് കണ്ടത് മറ്റൊരു തടാകത്തിന് സമീപം ഈ ആട്ടിൻകുട്ടിയും മാനും നിന്ന് വെള്ളം കുടിക്കുന്നു. അവിടെയുള്ള ഇളം പുല്ലുകൾ ഇവർ ഒന്നിച്ച് കഴിക്കുന്നു, തമാശകൾ പറയുന്നു, കുശലങ്ങൾ ചോദിക്കുന്നു, വെള്ളം കുടിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഓടിവരുന്ന സിംഹത്തെയും പിന്നാലെ അലറിക്കരഞ്ഞുകൊണ്ടുവരുന്ന അമ്മയാടിനെയും കണ്ടപ്പോൾ മാനിന് സംഗതി പിടികിട്ടി. ഈ കുറുക്കൻ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് സിംഹം ഇങ്ങനെ വരാനുള്ള കാരണം. ഉടനെ തന്നെ ഈ മാൻ പറഞ്ഞു, അല്ലയോ സിംഹമേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആദ്യം ഈ ആട്ടിൻകുട്ടി വെള്ളം കുടിക്കാൻ വന്ന തടാകത്തിൽ ഒരു പാമ്പ് ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ വിഷാംശം ഉണ്ടായിട്ടുണ്ടാകും. വെള്ളം കുടിച്ചാൽ ഈ ആട്ടിൻകുട്ടിക്ക് എന്തായാലും പറ്റിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ തടാകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. സൂത്രക്കാരനായ കുറുക്കൻ അവിടെ ഉണ്ടായിരുന്നു. തിരിഞ്ഞ് ഒരൊറ്റയോട്ടം. അമ്മ നോക്കിയപ്പോൾ കുറുക്കനെ കാണാനില്ല. ചില ആളുകൾ ഇങ്ങനെയാണ്. ചില മുൻവിധികളോടുകൂടി ചില ആളുകളെ കുറ്റപ്പെടുത്തും. അവർ എന്തിനാണ് പോയതെന്നോ അവർ എന്താണ് ചെയ്യുന്നതെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് എല്ലാവരെയും വിധിക്കാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഒരു നാൾ സമൂഹം നിങ്ങളെയും വിധിക്കും. ചെങ്കൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.